നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് BPCLലാണ്. അത് അത്യാവശ്യം നല്ലൊരു പൊസിഷൻ തോന്നിയത് കൊണ്ട് അവിടെ അങ്ങ് എടുത്തതാണ്. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ റെസിസ്റ്റൻസ് ലൈനിൻ്റെ തൊട്ട് മുകളിലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. ഇന്ന് മാക്സിമം എത്താവുന്നത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരെയാണ്. ഇവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ 1:5 ആണ്. നമുക്കൊരു 1:3 ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം. അപ്പോൾ പറ്റുവാണെങ്കിൽ മിനിമം ഒരു 1:3 എടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ആഗ്രഹം. യിലേക്ക് നമ്മളിന്ന് ഓപ്പൺ ചെയ്ത സ്ഥലത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 3% താഴെയുള്ള ചേഞ്ചാണ്. അതിന്ന് മാർക്കറ്റിന് വേണമെങ്കിൽ ഓടാവുന്നതാണ്. ഇനി 1:1 ഒന്ന് നോക്കാം. നമുക്ക് ട്രയൽ ചെയ്യാനൊരു അവസരം കിട്ടുവാണെങ്കിൽ അങ്ങോട്ടേക്ക് ട്രയൽ ചെയ്യണം. 1:1 മേളിൽ ഓൾറെഡി ഇത് പോയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് ലോസ് ആയിരുന്നു. അപ്പോൾ ഇന്നൊരു പ്രോഫിറ്റിൽ അല്ലെങ്കിൽ ബ്രേക്ക് ഇവനെങ്കിലും എടുത്ത് മാറാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ചെയ്യും. എന്തായാലും നല്ലൊരു ഡൗൺ ട്രെൻഡാണ് അവിടെ സംഭവിച്ചേക്കുന്നത്. നിഫ്റ്റിയും ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വല്പം നേരത്തേക്ക് ഞാനൊന്ന് പോസ് ചെയ്യാം. മാർക്കറ്റിലൊരു തീരുമാനമാകട്ടെ, അതിന് ശേഷം അറിയിക്കാം. ഓക്കെ, മാർക്കറ്റ് ഇപ്പം നമ്മളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിലിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കയറി എൻട്രി എടുക്കുകയാണ് ചെയ്തത്. ഇന്നും അത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. കാരണം കിട്ടിയ ദിവസം നമുക്ക് വളരെ വേഗം ലാഭം കിട്ടിയെങ്കിലും ഇതിപ്പോൾ ഇവിടെ നല്ലൊരു എൻട്രി, അതായത് ഈ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ തൊട്ടടുത്തൊരു എൻട്രി താഴത്തേക്ക് എടുക്കുമായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരുന്നു. ഇവിടെ ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്താൽ 1% ചേഞ്ച് താഴത്തേക്ക് പോയായിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റണമായിരുന്നു, ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഏറ്റവും അടുത്ത് കിട്ടുന്ന സമയത്ത് നമ്മൾ എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. കുഴപ്പമില്ല, അടുത്ത ദിവസത്തേക്ക് നമുക്ക് ആ രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു പൊസിഷൻ കിട്ടിയാൽ അവിടെ എടുക്കുക. അതല്ല എങ്കിൽ ഏതൊരു പ്രൈസ് ആക്ഷനാണോ തൊട്ടടുത്തുള്ളത് ആ ലൈനിൻ്റെ തൊട്ട് അടുത്തുനിന്ന് തന്നെ നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. ഇന്നിപ്പോൾ ഇത്രയും ഹ്യൂജായിട്ട് താഴത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ട്രെൻഡ് ഒരു പക്ഷേ ഇവിടുന്ന് റിവേഴ്സ് ആവില്ലെന്ന് കരുതാം. ഓവറോൾ മാർക്കറ്റ് പക്ഷേ പോസിറ്റീവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം സമയം എടുക്കുമായിരിക്കാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ വളരെ അടുത്തേക്ക് മാർക്കറ്റ് വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിലൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാർക്കറ്റ് പോസിറ്റീവിൽ നിൽക്കുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ആ പ്രൈസ് ആക്ഷൻ പോയിൻ്റ് അവിടെ അതൊരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ അതാണ് നമ്മുടെ ധൈര്യം. അപ്പോൾ പ്രൈസ് ആക്ഷൻ ട്രേഡിങ് പഠിച്ച് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഗുണം അതാണ്. നമുക്ക് കുറച്ച് സൈക്കോളജിക്കലി വലിയ ഷേക്കൊന്നും മെൻ്റലി വലിയ ഷേക്കൊന്നും ഇല്ലാതെ നമുക്ക് അങ്ങനെ അങ്ങ് ഇരിക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ തന്നെ അത് പോയി ഹിറ്റ് ചെയ്താലും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. 1:2 വെച്ചിട്ട് 100 ട്രേഡ് എടുക്കുമ്പോൾ നെറ്റ് നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്തിയാൽ മതി. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കണമെങ്കിൽ നമുക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ എത്തുന്നത് വരെ നമുക്ക് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാലം കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു
സംഭവം എന്ന് വെച്ചാൽ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്ന് പറയാം. അപ്പോൾ മൈൻഡ് അത്യാവശ്യം ഓക്കെ ആയി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമുക്ക് ട്രേഡിൽ വിജയിച്ച് വരാൻ പറ്റും. എന്തായാലും അത് അവിടെ നിന്ന് തിരിഞ്ഞു പോരുന്നുണ്ട്. ഞാനപ്പോൾ നിങ്ങളെ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ വീണ്ടും ജസ്റ്റ് പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ 1:2 വരുന്നത് ഈ ഒരു പ്രൈസ് പോയിൻ്റാണ്. ഇത് 1:1 ആണ്. 1:3 ഇവിടെ ഉണ്ട്. നമുക്കപ്പോൾ മികച്ചൊരു മൂവ് മാർക്കറ്റ് നടത്തിയാൽ നമുക്കതിൻ്റെ മാക്സിമം പറ്റുവാണെങ്കിൽ ക്യാച്ച് ചെയ്യാം. എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. വീണ്ടും നമ്മളുടെ 1:1 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓവറോൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ മാർക്കറ്റ് നിഫ്റ്റി നെഗറ്റീവ് ആയിട്ടുണ്ട്. സോ രണ്ടും ഏകദേശം ഒരേ ഡയറക്ഷൻ കാണിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ടാർഗറ്റിലേക്ക് ഇത് എത്തുമെന്ന് നോക്കാം. ഓക്കെ, മാർക്കറ്റ് വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ലോസിലേക്ക് എത്തിയിരിക്കുകയാണ്. 1:1 അത് പോകുന്നുണ്ട് മാർക്കറ്റ്. അപ്പോൾ ഇനിയൊരു വട്ടം കൂടെ മാർക്കറ്റ് 1:1 കടന്നാലും നമ്മളൊരു പക്ഷേ ബ്രേക്ക് ഈവനിൽ ചിലപ്പോൾ ട്രയൽ ചെയ്തേക്കും ഇങ്ങോട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ലോസ് ഇല്ലാതെ എക്സിറ്റ് ചെയ്ത് പോരാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. 600 വരെ എത്തി. 640 പൈസയൊക്കെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ നല്ല റിജക്ഷൻ വരേണ്ടതാണ്. നമുക്ക് നോക്കാം. ഇതിന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാമത്തെ ലോസ് ഡേ ആയിരിക്കും നമുക്ക്. ഇതിന് മുമ്പ് നമുക്ക് കണ്ടിന്യൂസ് ലോസ് കിട്ടിയിട്ടുള്ളത് 3 ദിവസമാണ്. ഇപ്പോൾ നല്ല പ്രൊഫഷണൽ ട്രേഡേഴ്സൊക്കെ അവരുടെ മാക്സിമം കണ്ടിന്യൂസ് ലോസ് ഡേയ്സ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞേക്കുന്നത് മാക്സിമം ഒരു 8 ദിവസം വരെ തുടർച്ചയായിട്ട് ലോസ് ഹിറ്റ് ചെയ്തതായിട്ടാണ് എല്ലാവരും തന്നെ പറഞ്ഞേക്കുന്നത്. 8 ദിവസത്തിൽ കൂടുതൽ കണ്ടിന്യൂസ് സ്റ്റോപ്പ് ലോസ് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് ഏതൊരാൾക്കും ചെയ്താൽ കിട്ടാൻ സാധ്യത എന്നാണ് നമുക്ക് തോന്നുന്നത്. ഈവൻ നമ്മളൊന്നും അറിയാതെ ചെയ്താൽ പോലും അതൊക്കെ തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തേക്ക് തന്നെ മാർക്കറ്റ് വരുവാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ലൈവായിട്ടൊന്ന് കണ്ടേക്കാം. 1 മിനിറ്റ് ക്യാൻഡിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാം. $600 ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. നല്ല സെല്ലിംഗ് ഓർഡർ $600 കിടപ്പുണ്ട്. ഈ ക്യാൻഡലിൻ്റെ അത് പോയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡ് നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മാർക്കറ്റിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. കാരണം മാർക്കറ്റിൻ്റെ പുറകെ നമ്മൾ ഓടാൻ നിന്ന് കഴിഞ്ഞാൽ അത് ബാക്കിയും കൂടെ നമ്മുടെ കയ്യിലുള്ളത് മേടിച്ചെടുത്തിട്ട് നമ്മളെ പറഞ്ഞു വിടും. അത് മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം. മാർക്കറ്റിനെ നമ്മൾ ബഹുമാനിക്കുക. ഇന്നപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് സംഭവിച്ചു, നമ്മളതങ്ങ് അംഗീകരിക്കുക. അതിനുശേഷം തിരിച്ചങ്ങ് പോരുക. വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡ് ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് 3 ദിവസം നമുക്ക് ലോസ് കിട്ടിയിരിക്കുകയാണ്. ഇതിന് മുമ്പും നമുക്ക് കണ്ടിന്യൂസ് 3 ദിവസമാണ് ലോസ് കിട്ടിയേക്കുന്നത്. ഇനി ഈ കണ്ടിന്യൂസ് 3 ദിവസത്തെ ലോസ് പോലും നമ്മൾ ആക്ച്വലി അതൊരു വലിയ പ്രശ്നമായിട്ട് കാണേണ്ടതില്ല. കാരണം ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ നമ്മളുടെ ഡെയിലി പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ ഡെയിലി ജേണൽ റെക്കോർഡ് ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ 2 ദിവസം നമുക്ക് ലോസ് കിട്ടി നിൽക്കുവാണ്. പക്ഷേ അതിന് മുമ്പത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത് 1:4 ആയിരുന്നു. 1:4 എന്ന് പറയുമ്പോൾ 4 പോർഷൻ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടി. ഈ 4 പോർഷനിൽ നിന്ന് 2 ദിവസങ്ങളിലായിട്ട് ഓരോരോ പോർഷനായിട്ട് പോയി. അങ്ങനെ 2 പോർഷൻ പോയി. ഇനിയും ഈ ദിവസം കിട്ടിയ പ്രോഫിറ്റിലെ മാത്രം 2 പോർഷൻ നമുക്ക് പ്രോഫിറ്റ് കയ്യിലിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത
ഒരു ദിവസമോ പിന്നീട് ഒരു ദിവസമോ കൂടെ, ഇപ്പോൾ 4 ദിവസം കണ്ടിന്യൂസ് വന്നാൽ പോലും നമുക്ക് ഈ ഒരു ദിവസം കിട്ടിയത് ഇവിടെ 0 ആയി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോകുന്നില്ല. പിന്നെ നമുക്ക് കഴിഞ്ഞ ഒരു 3-4 ദിവസം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു 4-5 ദിവസം കണ്ടിന്യൂസ് പ്രോഫിറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ ഒക്കെ പ്രോഫിറ്റ് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്നേ നമ്മുടെ പോകുന്നുള്ളൂ, നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മാർക്കറ്റ് അവിടെ ചെന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, നമ്മൾ അവിടെ വെച്ച് നിർത്തുന്നു എന്ന് വെച്ചാൽ ഇനി നമുക്കിന്നൊന്നും നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എത്ര രൂപയാണ് നമുക്കിന്ന് ലോസ് ആയെന്ന് നോക്കിക്കഴിഞ്ഞാൽ 108 രൂപയെ പോയിട്ടുള്ളൂ. ഓക്കെ, നമ്മളുടെ മാക്സിമം കപ്പാസിറ്റി 125 നമ്മൾ വെച്ചേക്കുന്നത്, അതിനുള്ളിൽ നമുക്കിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. സോ ഒരു കുഴപ്പവുമില്ല. ഇവിടെ നമ്മളൊരു അബദ്ധം ചെയ്തിരുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് സംഭവിച്ച ഒരേ ഒരു അബദ്ധം ഇതാണ്, നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ലൈനിൻ്റെ തൊട്ടടുത്ത് നിന്ന് എൻട്രി എടുക്കാൻ പറ്റിയിരുന്നത് നല്ലതായിരുന്നു. അതായത് ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തിരുന്നത്, കട്ട് ചെയ്ത ഉടനെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇവിടുന്ന് 0.5 എന്ന് പറയുമ്പോൾ ഏകദേശം 602 രൂപ 70 പൈസ വരെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവില്ല, നമുക്കിനിയും ട്രേഡിനകത്ത് നിൽക്കാൻ പറ്റും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ദിവസമാണെങ്കിൽ നമ്മൾ വെച്ചേക്കുന്നത് എവിടെയാണെങ്കിലും ഒരു പക്ഷേ അതൊന്ന് ഹിറ്റ് ചെയ്തെന്നിരിക്കാം. അതുകൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത്യാവശ്യം മോശമില്ലാത്തൊരു എൻട്രി തന്നെയായിരുന്നു ഇന്നെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവിടുന്ന് നമ്മൾ 1:1 പലതവണ എത്തിയതായിരുന്നു. ആ സമയത്ത് നമ്മൾ ട്രയൽ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ലോസ് എടുക്കാതെ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അതല്ലായിരുന്നു നമ്മുടെ ഉദ്ദേശം. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലോസ് തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് 1:2 എങ്കിലും കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. സോ കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇവിടം വെച്ച് തീരുവാണ്. ഓക്കെ, നാളെ വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.